ഇസ്ലാം കാര്യങ്ങൾ ഏതൊക്കെയാണ്, എത്രയാണ്? നമുക്കെല്ലാം അറിയാം. ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെയും സാക്ഷ്യപ്പെടുത്തലാണ്, അഥവാ ഷഹാദത്ത്. രണ്ടാമത്തേത് നമസ്കാരവും, മൂന്നാമത്തേത് സക്കാത്തും, നാലാമത്തേത് നോമ്പും, അഞ്ചാമത്തേത് ഹജ്ജുമാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങളെ പഠിപ്പിക്കുന്നതിന് വേറിട്ടൊരു ശൈലി സ്വീകരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. 5 കാര്യങ്ങൾക്ക് മുകളിലാണ് ഇസ്ലാം കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഷഹാദത്ത്, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഈ 5 കാര്യങ്ങളല്ല ഇസ്ലാം. 5 കാര്യങ്ങൾക്ക് മുകളിലാണ് ഇസ്ലാം കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അനുഷ്ഠാനങ്ങൾക്കപ്പുറത്തുള്ള സവിശേഷമായ ഒരു ലക്ഷ്യം തീർച്ചയായിട്ടും അനുഷ്ഠാനങ്ങൾക്കുണ്ട് എന്നാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കെട്ടിപ്പടുത്ത ഒരു ഇസ്ലാമിക സാമൂഹിക വ്യവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. അത് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വചനത്തെ നാം സമീപിക്കേണ്ടത്. അഥവാ നമ്മുടെ അനുഷ്ഠാനങ്ങൾ സവിശേഷമായ ഒരു സംസ്കാരത്തിലേക്കും ഒരു സാമൂഹിക വ്യവസ്ഥിതിയിലേക്കും ഒരു ഭരണക്രമത്തിലേക്കും എല്ലാം വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന് മനസ്സിലാവും. നിരന്തരമായ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയൊരു സ്വപ്നം മനസ്സിൽ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചെടുത്ത മദീന പോലെ ഒരു ഇസ്ലാമിക ജീവിത വ്യവസ്ഥ രൂപം കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാം.